Hi learners, welcome to I Plus Training Solutions. നമ്മുടെ NTA UGC നെറ്റിന്റെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട്സ് നെറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ I+ അതിനൊരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ I+നെ അറിയിക്കുക, വീഡിയോയിൽ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി കിട്ടാതെ പോയവരൊട്ടും വിഷമിക്കേണ്ട. നമുക്കിനി സാധ്യതകൾ മുന്നിൽ കിടക്കുകയല്ലേ. ഈ പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിച്ചിട്ടോ മൂഡ് ഓഫ് ആയിട്ടോ ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നേടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും I+ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എക്സാമിന്റെ കൊമേഴ്സിന്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പൊ ഈ കൊമേഴ്സ് എക്സാം എഴുതിയവർക്ക് അറിയാം. അപ്പൊ കൊമേഴ്സിന്റെ ഈ വട്ടത്തെ എക്സാം എഴുതിയവർക്ക് അറിയാം കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഈ ഒരു ആൻസർ കീ കഴിഞ്ഞ ദിവസം കട്ട് ഓഫ് വന്നപ്പോ ഭയങ്കരമായിട്ടൊരു ഇൻക്രീസ് ഈ ഒരു കട്ട് ഓഫിൽ വന്നിട്ടുണ്ട്. 224 JRFന്റെ കട്ട് ഓഫ്, അൺറിസർവ് കാറ്റഗറിയിൽ 224 എന്ന് പറഞ്ഞൊരു കട്ട് ഓഫ് ഇതുവരെ ആയിട്ടുമുള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കോമ്പറ്റീഷൻ കൂടിയത് കൊണ്ടാണോ? എക്സാം സിമ്പിൾ ആയിരുന്നു എന്നതുകൊണ്ടാണോ? ഓവറോൾ പെർഫോമൻസ് എല്ലാവർക്കും കുറച്ചധികം മാർക്ക് കിട്ടിയത് കൊണ്ടാണോ? എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാമിനെ, നിങ്ങളുടെ ഒരു അപ്രോച്ച്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ആ ഒരു എക്സാമിനെ പറ്റിയിട്ട് തോന്നിയത് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു കൊമേഴ്സിന്റെ കട്ട് ഓഫ് അനാലിസിസ് ഒന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് അടുത്ത, അതായത് ഈ ഡിസംബറിലേക്കുള്ള ഒരു സ്റ്റഡി ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഓവറോൾ ഒരു അനാലിസിസ് നടത്തിയാലോ. ഓവറോൾ അനാലിസിസ് നമ്മൾ പറയാറില്ലേ, JRF കിട്ടുന്നത് 1% ആളുകൾക്കാണ്. മൊത്തം എക്സാം എഴുതിയവരിലെ 1% ആളുകൾക്ക് മാത്രമേ JRF കൊടുക്കൂ. അതേപോലെ 6% ആളുകൾക്ക് മാത്രമാണ് നെറ്റ് കൊടുക്കുന്നത്, നെറ്റ് ക്വാളിഫൈ ആകുന്നത്. അതേപോലെ 16% ആളുകൾക്ക്, ടോട്ടൽ എക്സാം എഴുതിയതിലെ 16% പേർക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിഷൻ ടു PhD അതും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതും ക്വാളിഫൈ ആകുന്നത് എന്നാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം അല്ലെ. പൊതുവെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വട്ടം അത് അങ്ങനെ തന്നെ പാലിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് NTA ഡേറ്റ പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്തത് 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും എക്സാം എഴുതണമെന്നില്ല. അപ്പോൾ എക്സാം എഴുതിയ കുട്ടികളുടെ എണ്ണം 7,52,7 പേരാണ് അല്ലെ. 7,52,000. അപ്പൊ 7,07,500,000 കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോ അതില് JRF കിട്ടിയ ആളുകളുടെ എണ്ണം, JRF കിട്ടിയവര് 5,269 കുട്ടികൾ. ഈ എഴുതിയ 7.5 ലക്ഷം പേരില് 5,269 പേരാണ് JRF ക്വാളിഫൈ ആയത്. ഓക്കെ, അതില് നെറ്റ് ക്വാളിഫൈ ആയവരാണെങ്കിൽ 54,885 പേർക്ക് നെറ്റ് ക്വാളിഫൈഡ് ആകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലൊരാള് നിങ്ങളാണെങ്കിൽ അതും I+നെ അറിയിക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റുകൾ ഇടുക. ഇനി PhD ഓൺലി ക്വാളിഫൈഡ് ആയ കുട്ടികൾ 1,28,179. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു കണക്ക് പ്രകാരം എഴുതിയ കുട്ടികളിൽ, അതായത് 7,52,000, 7.5 ലക്ഷം കുട്ടികളിൽ ഈ പറയുന്ന 1% പേരാണോ ഈ 5,269? അതേപോലെ 6% ആണോ ഈ 54,885? 16% ആണോ ഈ പറയുന്ന 1,28,000 എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. അപ്പോൾ ഇതിന്റെ ഒരു അനാലിസിസ് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? പെർസെന്റേജ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് നെറ്റ് എക്സാമിന് പോലും ഫസ്റ്റ് പേപ്പറിൽ എല്ലാവരും പഠിച്ചു വെക്കേണ്ടേ ആ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ 5,269 എന്ന് പറയുന്നത് 7.5 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഞാനിപ്പോ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല, നമ്മളിപ്പോ ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ്. അപ്പോൾ JRF കിട്ടിയിട്ടുള്ളത് 0.7% ആളുകൾക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ 7.5 ലക്ഷത്തിന്റെ 1% ആളുകൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, 7.5 ലക്ഷത്തില് 1% ആളുകൾക്ക് പോലും കിട്ടിയിട്ടില്ല JRF. സാധാരണ 1% കിട്ടുമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 7,50,000ന്റെ 1% ആളുകൾക്ക് പോലും കിട്ടിയില്ല. 0.7%, 0.7% ആളുകളാണ് ഈ പറയുന്ന 5,269 എന്ന് പറയുന്നത്. ഓക്കെ, 0.7% ആണ്
പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് JRF കിട്ടിയിട്ടുള്ളത്. ഇനി നെറ്റ് ആണെങ്കിൽ അതിലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. 6% എന്ന് നമ്മുടെ ഒരു പൊതുവെയുള്ള ധാരണ മാറി 7.2% ആളുകൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആകാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ PhD അഡ്മിഷൻ ആണെങ്കിൽ 17%, ടോട്ടൽ എക്സാം എഴുതിയവരിൽ 17% ആളുകൾക്ക് PhD അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ പ്രകാരമുള്ള ഒരു കാൽക്കുലേഷൻ ആണിത്. അപ്പോൾ നമുക്ക് 1% പോലും ആളുകൾക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ 0.7%, അവിടെ ഒരു സ്റ്റിഫ് കോമ്പറ്റീഷൻ നമുക്ക് കാണാം അല്ലെ. അപ്പൊ ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ, 7.5 ലക്ഷം പേരിൽ നിന്ന് 5200 സംതിങ് ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന JRF ക്വാളിഫൈഡ് ആകാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുകയാണ് എന്നുള്ളത് കട്ട് ഓഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കട്ട് ഓഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? കോമ്പറ്റീഷൻ കൂടുമ്പോൾ മറ്റുള്ളവരെ ബീറ്റ് ചെയ്തിടുക എന്നതിലുപരി നമുക്ക് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമ്മളുടെ ബെസ്റ്റ് നമ്മൾ കാഴ്ചവെക്കാം. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ ഒന്ന് നോക്കാം. ഇവിടെ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ്. തൊട്ട് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ 2024 ഡിസംബറിലെ കട്ട് ഓഫ് ആണ്. ഓക്കെ, 2024 ഡിസംബർ കട്ട് ഓഫ് ആണ് ഈ റെഡ് മാർക്കിൽ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ ഈ വർഷത്തെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നമുക്ക് നോക്കാം. JRF ആണെങ്കിൽ JRFന്റെ കട്ട് ഓഫ് നിങ്ങൾ നോക്കിക്കേ. ഈ വർഷം ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ആണ്. അണ്ടർസർവ്ഡ് കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നേക്കാണ് 224. കൊമേഴ്സിൽ 224 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കട്ട് ഓഫ് ആണ് അല്ലെ. 224. തൊട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു? 210 ആയിരുന്നു. തൊട്ട് കഴിഞ്ഞ വർഷം 210 ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ ഈ വർഷം എത്ര കൂടിയെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 224 ആയി. അതായത് 14 മാർക്ക് കൂടെ കൂട്ടിയേക്കാണ്. അപ്പൊ ഇത്രയും വലിയ ഒരു ഇൻക്രീസ്, ഇത്രയും ഒരു ഇൻക്രീസ് വന്നത് എന്തുകൊണ്ടായിരിക്കും? എക്സാമിനേഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? അതോ ഇനി കോമ്പറ്റീഷൻ ഹയസ്റ്റ് ആയതുകൊണ്ടാണോ? എക്സാമിനേഷൻ സിമ്പിൾ ആയതുകൊണ്ടാണോ? കൂടുതൽ കുട്ടികൾക്കും ഈ ഒരു റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണോ? എന്താണെന്നും നമുക്ക് നോക്കാം. അപ്പൊ എനിവേ 224 എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 224 JRFന് കട്ട് ഓഫ് വരുന്നത്. സാധാരണഗതിയിൽ സബ്ജക്റ്റുകൾക്ക് 200-ന് മുകളിൽ കട്ട് ഓഫ് എല്ലാ സബ്ജക്റ്റുകൾക്കും അങ്ങനെ 200-ന് മുകളിൽ വരാറില്ല. ഇനി വരാണെങ്കിൽ തന്നെ കോമേഴ്സിന് 200-ന് മുകളിൽ ഈ ഒരു JRF കട്ട് ഓഫ്, അതായത് 224 എന്ന് പറയുന്ന ഒരു ഉയർന്ന കട്ട് ഓഫ് സാധാരണഗതിയിൽ വരാറില്ല. പക്ഷെ ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ കൂടി. കഴിഞ്ഞ വർഷവും അതിന്റെ ഒരു ചെറിയ സൈൻ നമ്മൾ കണ്ടു അല്ലെ. കഴിഞ്ഞ വർഷം 210 ആയപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പൊ ഇനി അങ്ങോട്ട് കൂടാനായിരിക്കും സാധ്യത എന്നുള്ളത്. ഇനി നെറ്റിന്റെ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആകാനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 194 ആണ്. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ നെറ്റ് ക്വാളിഫൈ ആകാൻ 194 ആയിരുന്നു. പ്രീവിയസ് ഇയറിൽ 186 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി PhD ഒള്ളി ആണെങ്കിൽ അത് ഈ വർഷം 166 ആണ്. കഴിഞ്ഞ വർഷം 162. ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് OBC കാറ്റഗറിയുടെ നോക്കാം. OBCയിൽ JRFന് 212. OBCയിൽ JRFന് 212. അത് OBC കാറ്റഗറിയുടെ വൈസ് കട്ട് ഓഫ് നോക്കിയാലും അത്യാവശ്യം നല്ല ഹയസ്റ്റ് കട്ട് ഓഫ് ആണ് അല്ലെ. അത്യാവശ്യം ഹയസ്റ്റ് ആണ്. OBC കാറ്റഗറിയിലും ഇങ്ങനെ ഒരു 200-നൊക്കെ മുകളിലേക്ക് അധികം കട്ട് ഓഫ് വന്ന് നമ്മൾ കാണാറില്ല. പ്രീവിയസ് ഇയറിൽ 198 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. 198. ഈ വട്ടം അത് 212 ആയിട്ട് കൂടിയിട്ടുണ്ട്. അത്യാവശ്യം അതിനും കുറച്ച് കൂടുതൽ കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർക്കുള്ള കട്ട് ഓഫും 174 ആയിരുന്നു. കഴിഞ്ഞ വർഷം 174 ആയിരുന്നു. ഈ വട്ടം 194 ആയി അല്ലെ. വലിയൊരു ഇൻക്രീസ് വന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 174 ആയിരുന്നു. ഈ വർഷം 174 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 168. ഇത് നമ്മൾ 2 കാറ്റഗറി അല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഒന്നുകൂടെ പറയാം. ഈ വർഷം നമ്മളുടെ OBCയുടെ കട്ട് ഓഫ് 174 ആണ്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 168 ആണ്. ഓക്കെ, അതിലും ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. ഇത് നമ്മുടെ 2 കാറ്റഗറി ആയിപ്പോയി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയല്ലോ. 174 ആണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഈ വർഷത്തെ കട്ട് ഓഫ്. ഏതിനാണ്? OBC കാറ്റഗറിയിൽ. കഴിഞ്ഞ വർഷം 168 ആയിരുന്നു.
PhD ഒള്ളിയിലും ചെറിയ അതിലൊക്കെ സ്ലൈറ്റ് ഡിഫറൻസേ വരുന്നുള്ളൂ. PhD ഒള്ളി എന്ന് പറയുന്ന കാറ്റഗറിയുടെ കട്ട് ഓഫിൽ ചെറിയ ഡിഫറൻസുകളേ ഉള്ളൂ. 150 ഈ വർഷം, കഴിഞ്ഞ വർഷം 148. EWS ആണെങ്കിൽ 218 JRFന്റെ കട്ട് ഓഫ്, കഴിഞ്ഞ വർഷം 202 ആയിരുന്നു. വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് 176 ഈ വർഷം, കഴിഞ്ഞ വർഷം അത് 172 ആയിരുന്നു അല്ലെ. ദെൻ PhD ഒള്ളിയിൽ 146 ഈ വർഷത്തെ കട്ട് ഓഫ്, തൊട്ട് കഴിഞ്ഞ വർഷം 144. സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. SC ST നോക്കിയാല് SC കാറ്റഗറി 202 JRFന്റെ കട്ട് ഓഫ്. SC കാറ്റഗറിയിലും 200 മുകളിൽ JRFന്റെ കട്ട് ഓഫ് വരുന്നത് അങ്ങനെ വരാറില്ലായിരുന്നു. ഇത്രയും കാലം നമ്മൾ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അത് 200 മുകളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 190 ആയിരുന്നു. ഇനി അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് ഈ വർഷം നമുക്ക് 162 പ്രീവിയസ് ഇയറിൽ 158 ആയിരുന്നു. ദെൻ PhD ഒള്ളി ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. ഓക്കെ, PhD ഒള്ളിയിൽ ഡിഫറൻസ് ഒന്നുമില്ല അല്ലെ. ഇനി ST കാറ്റഗറിയിലും ഇതേപോലെ തന്നെ 188 JRFന്റെ ഈ വർഷത്തെ കട്ട് ഓഫ്, കഴിഞ്ഞ വർഷം 178 ആയിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ 158 ഈ വർഷം, പ്രീവിയസ് ഇയറിൽ 152 ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതേപോലെ PhD ഒള്ളിയിൽ 138 ഈ വർഷത്തെ കട്ട് ഓഫ്, പ്രീവിയസ് ഇയറിൽ 136. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കട്ട് ഓഫ് കമ്പാരിസൺ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം JRFന്റെ കട്ട് ഓഫും നെറ്റിന്റെ കട്ട് ഓഫും ഒക്കെ കൂടുന്നുണ്ട്. PhD കട്ട് ഓഫിൽ വലിയ ഡിഫറൻസുകൾ ഒന്നുമില്ല, മോർ ഓർ ലെസ് സെയിം ആണ്. അപ്പോൾ JRF എന്ന് പറയുന്നതിലേക്ക്, പ്രത്യേകിച്ച് JRFിലേക്കുള്ളൊരു യാത്ര കുറച്ചുകൂടെ കഠിനമായിട്ട് ഇനി നിങ്ങൾക്ക് തോന്നാം. കാരണം ഈ കട്ട് ഓഫ് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്ത് 200 അടുത്തൊക്കെ മാർക്ക് സ്കോർ ചെയ്ത്, അല്ലെങ്കിൽ 200 മാർക്കൊക്കെ സ്കോർ ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു കോൺഫിഡൻസിൽ ഇരുന്ന് കാണും കിട്ടും എന്നൊരു കാര്യത്തിൽ. പക്ഷെ ഈ ഒരു ഹൈ കട്ട് ഓഫ് കണ്ടപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് പോയി എന്നറിയാം. കുറച്ചു പേരെങ്കിലും വിഷമിച്ചിട്ടുണ്ടാകും. കാരണം അത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് നമ്മളൊരു പ്രതീക്ഷയോടെ ഇരിക്കും അല്ലെ. 200 അല്ലെങ്കിൽ 210, 205 എന്നൊക്കെ ഒരു മാർക്ക്, 200 പുറത്ത് മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് ഷുവർ ആയിട്ട് നമ്മൾ ഇരിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 200 പുറത്ത് മാർക്ക് കിട്ടുമ്പോൾ ഷുവർ ആയിരുന്നു JRF കിട്ടുമെന്നുള്ള കാര്യം, അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യവും 200 മുകളിലൊക്കെ മാർക്ക് കിട്ടിയിട്ട് നിങ്ങളുടെ എക്സ്പെക്ടേഷനിൽ ഇരുന്നിട്ട് 1-2 മാർക്കിന് പോലും, അല്ലെങ്കിൽ 210, 220 മാർക്ക് കിട്ടിയാൽ JRF ഷുവർ ആയിട്ട് നമുക്ക് ഇരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 220 മാർക്ക് കിട്ടിയിട്ട് കട്ട് ഓഫ് 224 കാണുമ്പോൾ വിഷമിച്ച് പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. നിങ്ങൾ ഡൗൺ ആയി പോകരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നമുക്ക് ഓരോ അവസരങ്ങൾ അല്ലെങ്കിൽ ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി 5, 6, 7 പ്രാവശ്യം എഴുതി, 10ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടും ഈ പ്രാവശ്യമെങ്കിലും കിട്ടുമെന്ന് കരുതി ഇരുന്നിട്ടും കിട്ടിയില്ല എങ്കിലും നിങ്ങൾ ഡൗൺ ആകാതെ ഇരിക്കുക. കാരണം ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് വരും. നമ്മൾ അതിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വിഷമിച്ചിരുന്നിട്ട് നമുക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ നമുക്ക് വിഷമിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇനിയിപ്പം അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഷുവർ ആയിട്ടും ഞാൻ എഴുതി എടുക്കും എന്നൊരു കോൺഫിഡൻസോട് കൂടി. അപ്പൊ ഇപ്പൊ 200 മാർക്ക് കിട്ടിയിട്ട് JRF കിട്ടാതെ പോയവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. 200 കിട്ടിയിട്ട് JRF കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ. കാരണം അത്രയും മാർക്ക് കിട്ടുമ്പോൾ നമ്മളൊരു എക്സ്പെക്ടേഷനിൽ ഇരിക്കും. എന്തുകൊണ്ടാ? JRF കിട്ടുമെന്നൊരു ഉറപ്പോട് കൂടി. പക്ഷെ അത് കിട്ടാതെ പോകുമ്പോൾ ഒരുപാട് നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാകും. പക്ഷെ അപ്പോഴും നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മൾ അടുത്തെത്തി എന്നുള്ള കാര്യം. 200 സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ 190 സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ 180 സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം എനിക്ക് ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു കട്ട് ഓഫ് ഒക്കെ കടക്കാൻ പറ്റി, അല്ലെങ്കിൽ കട്ട് ഓഫ് കടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനടുത്തേക്ക് മാർക്ക് നിങ്ങളുടെ എത്തിയാൽ നിങ്ങൾ അവിടെ വിഷമിക്കുകയല്ല വേണ്ടത്, ഒന്നുകൂടി കോൺഫിഡന്റ് ആകുക, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക വേണ്ടത്. കാരണം അതിന്റെ അടുത്ത് വരെ എത്തിയില്ലേ, അപ്പോൾ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടൈം ഷുവർ ആയിട്ടും നമുക്കത് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് കട്ട് ഓഫ് നമ്മൾ കണ്ടു. JRFന്റെ കട്ട് ഓഫ് പ്രകാരം ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. കഴിഞ്ഞ പ്രാവശ്യവും ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 200 മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിന് മുകളിലേക്ക് പോയി. അപ്പോൾ ഇനി 250 ആകുമോ എന്നൊക്കെ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. ഓക്കെ, അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് അത് 200 എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇയറിൽ ഏകദേശം 200 അടുത്തെത്തി അല്ലേ. എത്രയായിരുന്നു? 198 വരെ എത്തി. OBC കാറ്റഗറിയിൽ 194 വരെ എത്തി. 194 വരെ എത്തി. കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് 194, അൺറിസർവ്ഡ് കാറ്റഗറി നോക്കിയാൽ 194 വരെ എത്തി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം 200 ആകാനും സാധ്യതയുണ്ടല്ലോ.
യെസ്, അപ്പോൾ 200ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 200 എന്ന് പറയുന്നത് JRF ആയിരുന്നു. ഇപ്പൊ അത് അസിസ്റ്റന്റ് പ്രൊഫസർക്ക് മാത്രമുള്ള കട്ട് ഓഫ് ആയി മാറുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ JRFന്റെ കട്ട് ഓഫ് ട്രെൻഡ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ജനറൽ കാറ്റഗറിയിൽ നോക്കിയാൽ പ്രീവിയസ് ഇയറിൽ 210ഉം കറണ്ട് ഇയറിൽ 224മായി 14 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. 14 മാർക്ക് കൂടി, കട്ട് ഓഫിൽ 14 മാർക്ക് കൂടി. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ടഫർ കോമ്പറ്റീഷൻ, ബെറ്റർ ഓവറോൾ പെർഫോമൻസ് ഓർ ഫ്യൂവർ JRF സ്ലോട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാകാം നമ്മുടെ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് ഇത്രയും ഹയസ്റ്റ് ആയിട്ട് പോകുന്നത്. അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കട്ട് ഓഫ് ട്രെൻഡ് നോക്കിയാൽ പ്രീവിയസ് ഇയറിൽ 186ഉം ഇപ്പോഴത്തെ ഈ വർഷം 194മാണ്. 8 മാർക്കിന്റെ ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അത് സ്ലൈറ്റ് ഡിഫറൻസ് ആയിട്ട് നമുക്കൊരു മോഡറേറ്റ് ഡിഫറൻസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇത് 194 ആയെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 200 ആയാലോ ചിലപ്പോൾ ആകാം അല്ലേ, അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എനിവേ നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്ക് എന്താ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ വാട്ട് യു ക്യാൻ ഡു, നിങ്ങൾക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഈ വട്ടം JRF കിട്ടാതെ പോയവരും നെറ്റ് കിട്ടാതെ പോയവരും PhD അഡ്മിഷൻ കിട്ടാതെ പോയവരും ഇതൊന്നും കിട്ടിയില്ല എങ്കിലും ഒക്കെ നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്ന് വേണം ചിന്തിക്കാൻ. പോയതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുക? റൈസ് യുവർ ടാർഗറ്റ് സ്കോർ. നിങ്ങളുടെ ടാർഗറ്റ് കുറച്ചും കൂടെ കൂട്ടി വെക്കുക. നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ടാർഗറ്റ് കാണത്തില്ലേ, ഒരു 180 മുകളിലേക്ക് കിട്ടണം എന്നാൽ നെറ്റ് കിട്ടും, അതേപോലെ ഒരു 190 മുകളിലേക്ക് കിട്ടണം എന്നാൽ JRF കിട്ടും, അല്ലെങ്കിൽ ഒരു 200 കിട്ടണം അപ്പോഴാണ് JRF കിട്ടുന്നത്. അങ്ങനെയൊക്കെ നമുക്കൊരു ടാർഗറ്റ് സ്കോർ ഉണ്ടാകും. പേപ്പർ 1ൽ ഒരു 35+ സ്കോർ ചെയ്യണം, പേപ്പർ 2ൽ ഒരു 80. അപ്പൊ നമ്മുടെ അങ്ങനെയൊക്കെയുള്ളൊരു ടാർഗറ്റുകളെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഹയസ്റ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് സിലബസ് പഠിച്ച് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കി നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, നമ്മുടെ ഈ ഒരു കൊമേഴ്സുകാരാണെങ്കിൽ നമുക്ക് കൺട്രോളിങ് എന്ന് പറയുന്നൊരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഉണ്ട്. കൺട്രോളിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യും. ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് മനസ്സിലാക്കി അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അതേപോലെ ചെയ്ത് നോക്കിക്കേ. അതായത് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ഞാൻ 200 മാർക്കാണ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ദെൻ നിങ്ങൾ പ്രീവിയസ് സിലബസ് ഫുള്ള് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ നോക്കുക. സിലബസ് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസും സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് 200 മാർക്കാണ് നിങ്ങൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്, എന്നിട്ട് നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് തെറ്റിയതെന്ന് നോക്കാം. ആ തെറ്റിയ ഭാഗങ്ങൾ നോക്കി അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക അല്ലേ. ആ തെറ്റിയ ഭാഗങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിച്ച് അങ്ങനെ നിങ്ങൾ മാക്സിമം നേരത്തെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം നേരത്തെ സിലബസ് കവർ ചെയ്താൽ പിന്നീടുള്ള സമയം റിവിഷൻ എടുക്കാം. എപ്പോഴും സിലബസ് പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എത്രത്തോളം അത് റിവൈസ് ചെയ്യുന്നു, PYQs ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതിലാണ് കാര്യം. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടാർഗറ്റ് സ്കോർ കുറച്ചുകൂടെ കൂട്ടി വെക്കുക. സ്ട്രെങ്തൻ ദ റിവിഷൻ സ്ട്രാറ്റജി, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. ദെൻ സ്പീഡ് ആൻഡ് അക്യുറസി, മാസ്റ്റർ ഹൈ വെയിറ്റ് ടോപ്പിക്, കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ഏരിയാസ് നോക്കി ആ ഏരിയാസിനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകണം. സ്റ്റേ കൺസിസ്റ്റന്റ്. ഇന്ന് തൊട്ട് നിങ്ങളിപ്പോ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല, റിസൾട്ട് വരാൻ കാത്തിരുന്നവരാണെങ്കിൽ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയുള്ള ഡിസംബർ വരെയുള്ള സമയം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി I+ന് നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. വാട്ട് വി ക്യാൻ ഡു. അപ്പോൾ I+ന് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. I+ന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം ഈ 3 സ്ഥലങ്ങളിലും, ഈ 3 ജില്ലകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ, അതായത് ക്ലാസ് റൂം കോച്ചിങ് അവൈലബിൾ ആണ്. നേരിട്ട് വന്നിരുന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. I+ന്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അവിടെ ഡൗട്ട് ക്ലിയറൻസും അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഉൾപ്പെടെ കംപ്ലീറ്റ് സിലബസ് കവറേജും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം നിങ്ങൾക്ക് ആക്സസബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി നിന്ന് പഠിക്കാം, നേരിട്ട് പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്.
കാരണം ഈ ഓൺലൈൻ ക്ലാസ്സുകളും ബെറ്റർ ആണ്, പക്ഷെ നേരിട്ട് പോയി പഠിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ അല്ലേ? കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ടും കുറച്ചുകൂടി നമുക്ക് ഡയറക്റ്റ് ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. നമ്മളുടെ സൈഡിൽ നിന്നും അവിടെ കുറച്ചുകൂടി എഫേർട്ട് കൂടും. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഉള്ള എഫേർട്ടിനെക്കാട്ടിൽ കൂടുതൽ എഫേർട്ട് ഡയറക്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക്, വീട്ടിലിരുന്നാണ് കംഫർട്ടബിൾ എങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ക്ലാസ്സുകളിൽ വന്ന് പഠിക്കാമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുമ്പോൾ, നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടല്ലേ നമ്മൾ പഠിക്കുക. പക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ അത്രയും ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കാണത്തില്ല അല്ലേ? എനിവേ, ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം. നെക്സ്റ്റ് ഡിസംബറിൽ JRF തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് റിമോട്ട് ആക്സസ് ആണ് വേണ്ടതെങ്കിൽ, അതായത് വന്ന് പഠിക്കാനുള്ള സൗകര്യം ഇല്ല എങ്കിൽ ഡോൺ വറി, നമുക്കിവിടെ I+ന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുമുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായി പഠിക്കാം. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 രണ്ടിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി ലൈവ് സെഷൻസ് ആകുമ്പോൾ ഡെയിലി നമ്മളങ്ങ് പഠിച്ചു പോയിക്കോളും, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയിക്കോളും. ദെൻ റെക്കോർഡഡ് ആക്സസ് ഓഫ് ലൈവ് ക്ലാസ്. ഇനി ഏതെങ്കിലും ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ആ ലൈവ് ക്ലാസ്സിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ മെന്റർഷിപ്പോട് കൂടി തന്നെ, എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ മെന്റർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതേപോലെ മോക്ക് ടെസ്റ്റുകൾ, കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും അതേപോലെ നിങ്ങളുടെ മാർക്കിനെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ദെൻ ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് AIM JRF ടെസ്റ്റ് സീരീസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് JRFലേക്ക് എത്താം. ഓക്കെ, ദെൻ ഇതെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് I+ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ട് തന്നെ പഠിക്കാം. I+നോടൊപ്പം അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും പഠിക്കാം, അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാം. അപ്പൊ ഇനി വൈകണ്ട, ഉടനെ തന്നെ നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തോ അത്രയും നേരത്തെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും I+ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും നേരിട്ട് വന്ന് I+നോടൊപ്പം ചേർന്ന് പഠിക്കാം. അങ്ങനെ നമുക്ക് ഈ വരുന്ന ഡിസംബറിലെ നെറ്റ് എക്സാം, നെറ്റ് മാത്രമല്ല JRF തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാം അല്ലേ? യുവർ ഡ്രീം ഓർ ജേർണി, ലെറ്റ്സ് ക്രാക്ക് JRF ദിസ് ഡിസംബർ വിത്ത് I+. അപ്പോൾ I+നോടൊപ്പം ഈ വരുന്ന ഡിസംബറിലെ JRF നിങ്ങൾക്കുള്ളതാണ്. I+നോടൊപ്പം പഠിച്ച് നമ്മൾക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിനെ നേരിടാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഓൾ.